ഗൂഗിൾ മാപ്പ് ചതിക്കുമോ? നമ്മൾ പലപ്പോഴും ദൂരെ യാത്ര ചെയ്യുന്നവരാണ്. മുമ്പൊക്കെ ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ മുമ്പിൽ രണ്ട് വഴികൾ കണ്ടാൽ രണ്ട് റോഡ് സൈഡിലുള്ള ആരോടെങ്കിലുമൊക്കെ വഴി ചോദിക്കുന്നത് പതിവാണ്. എന്നാൽ ഗൂഗിൾ മാപ്പ് വന്നതോടെ ലക്ഷ്യസ്ഥാനത്തിൻ്റെ പേര് ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്ത് അങ്ങ് മാപ്പ് നോക്കി യാത്ര ചെയ്യാൻ തുടങ്ങി. മുമ്പിൽ ഒന്നിലധികം റോഡുകൾ കണ്ടാൽ ഗൂഗിൾ മാപ്പ് തന്നെ കൃത്യമായി വഴി പറഞ്ഞു തരും. റൂട്ട് തെറ്റിയാൽ നമ്മൾ പോകുന്ന റൂട്ട് തെറ്റാണെന്ന് ഗൂഗിൾ മാപ്പ് അപ്പം തന്നെ പറയും. അങ്ങനെ വലിയ സഹായമാണ് നമുക്ക് ഗൂഗിൾ മാപ്പിനെ കൊണ്ട്. പക്ഷേ ഈ ഗൂഗിൾ മാപ്പ് തന്നെ പലർക്കും പണി കൊടുത്തതായി നിരന്തരം നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. ഇന്നും ഒരാൾക്ക് പണി കിട്ടി. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ച് മരണം വരെ സംഭവിച്ചവരുണ്ട്. ഇന്ന് തന്നെ ഒരു വാഹനം തോട്ടിൽ വീണത് വാർത്തയായതുമാണ്. ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിച്ചു, വാഹനം റോഡ് സൈഡിലെ ഗട്ടറിൽ വീണു. ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിച്ചു, വാഹനം കുഴിയിൽ വീണു, അപകടം സംഭവിച്ചു, പുഴയിൽ വീണു, കടലിൽ വീണു, കനാലിൽ വീണു എന്നിങ്ങനെയൊക്കെ നീളുന്നു നമ്മുടെ നിരന്തരമായുള്ള ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ. പക്ഷേ ചതിച്ചത് ഗൂഗിൾ മാപ്പോ അതോ നമ്മുടെ വിവേകമില്ലായ്മയോ എന്നതാണ് ചോദ്യം. ഗൂഗിൾ മാപ്പ് റൂട്ട് അറിയാൻ വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇത് റൂട്ട് അറിയാനാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ പലരും മൊബൈൽ ഫോണിലൂടെ ഗൂഗിൾ മാപ്പ് നോക്കി മാത്രമാണ് വാഹനം ഓടിക്കാറുള്ളത്. ഗൂഗിൾ മാപ്പിൽ റൂട്ടുകൾ കൃത്യമായി തന്നെ ഉണ്ടാകും. പക്ഷേ റോഡ് സൈഡിലെ ഗട്ടർ, റോഡിലെ കുഴി, സ്ഥിരം ഉപയോഗമല്ലാത്ത റൂട്ടിലെ ചില തടസ്സങ്ങൾ ഇതൊന്നും ഗൂഗിൾ മാപ്പിൽ ഉണ്ടായി എന്ന് വരില്ല. മാത്രമല്ല ഗൂഗിൾ മാപ്പ് നോക്കിയല്ല വാഹനം ഓടിക്കേണ്ടത്, റോഡ് നോക്കിയാണ്. മൊബൈൽ ഫോണിലെ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഡ്രൈവിംഗ് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഫോണിലേക്ക് മാത്രമായി ഒതുങ്ങും. പിന്നീട് പുറകിൽ വരുന്ന വാഹനങ്ങൾ കാണില്ല, എതിരെ വരുന്ന വാഹനങ്ങൾ കാണില്ല, സൈഡിലും മുന്നിലും ഒക്കെ പോകുന്ന വാഹനങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിലില്ല. ഇതൊന്നും തന്നെ ഗൂഗിൾ മാപ്പ് നമുക്ക് പറഞ്ഞു തരില്ല. എന്തായാലും ഇനി ഗൂഗിൾ നോക്കി നമുക്ക് റൂട്ട് നോക്കാം. പക്ഷേ റോഡിലെ കാഴ്ചകളോ കുഴികളോ ഗട്ടറുകളോ ഒന്നും, പുഴയോ കടലോ ഒന്നും ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരില്ല. വഴി നോക്കി ചോദിച്ചു പോകുന്നതായിരിക്കും നമ്മുടെ ജീവന് സുരക്ഷിതം.